ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന കേരളത്തിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഏജൻസീസ് ആണ് എൻ മൈൻസ്. ഇന്ന് എൻ്റെ അടുത്ത് എൻ മൈൻസിൻ്റെ ഡയറക്ടറാണ് ശ്യാംജിത്ത് സാർ. സോ ഹായ് സാർ, എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു എൻ മൈൻസ് ജേർണി, ഇങ്ങനെ ഒരു മാസ്റ്റേഴ്സ് ഹയർ എഡ്യൂക്കേഷൻ ജർമ്മനിയിൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് ടോപ്പിൽ വരാൻ, കേരളത്തിൽ വൺ ഓഫ് ദ ടോപ്പിൽ വരാൻ പറ്റിയത്? നമ്മുടെ നാട്ടിലിപ്പോൾ എഞ്ചിനീയറിംഗ് വെച്ചിട്ട് ബാക്കി എല്ലാ പണിയും ചെയ്യുന്നുണ്ടല്ലോ, റൈറ്റ്? അതെ അതെ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ബേസിക്കലി മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്. Okay. ഐ ഹാവ് മൈ ബാച്ചിലേഴ്സ് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഓക്കെ. മാസ്റ്റേഴ്സ് ഇൻ മാനുഫാക്ചറിംഗ്, മാസ്റ്റേഴ്സും ഉണ്ട്. അതും കോർ ഫീൽഡ് തന്നെ. കോർ ഫീൽഡ് തന്നെ. പിന്നെ ഐ യൂസ് ടു വർക്ക് ഫോർ എ ഡാനിഷ് MNC. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്പിൽ ഒരുവിധം എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ദിസ് ഈസ് നോട്ട് ഫോർ മീ, ഓക്കെ, റിയലൈസേഷൻസ് വരുമല്ലോ, ഇതല്ല എനിക്ക് വേണ്ടത് എന്നുള്ളൊരു കാര്യം. പിന്നെ കുറച്ച് കാലം സിവിൽ സർവീസ് അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ. ഓക്കെ. പക്ഷേ അപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എൻ്റെ പാഷൻ എപ്പോഴും എഡ്യൂക്കേഷൻ ഫീൽഡിലാണ്. അതായത് ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ഔട്ട്, മേക്കിംഗ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഇൻ സമ്മൺസ് ലൈഫ്. അതായിരുന്നു എപ്പോഴും ഒരു പാഷൻ. അപ്പം അതിൽ തന്നെ കുറേ എക്സ്പ്ലോറേഷൻ, ഇപ്പോൾ കരിയർ കോച്ചിങ് ചെയ്യാറുണ്ടായിരുന്നു, സൈക്കോമെട്രിക്സ് സൈഡിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് നോക്കുന്ന സമയത്തേക്ക് ഞാൻ വലിയൊരു ഗ്യാപ്പ് കണ്ടത്, പ്രത്യേകിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്ന് ഒരുപാട് സ്റ്റുഡൻസ് പുറത്തേക്ക് പഠിക്കാൻ പോകുന്നു. അതിൽ ജർമ്മനി ഒരു വലിയ റോളുണ്ട്. ഇപ്പോൾ UK, കാനഡ, ഓസ്ട്രേലിയ, അയർലൻഡ് പോലത്തെ കൺട്രികൾ ഒപ്പം തന്നെ ഇപ്പോൾ ജർമ്മനി നിൽക്കുന്നുണ്ട്. പക്ഷെ അതിൽ വലിയൊരു ഗ്യാപ്പ് ഞാൻ കണ്ടു. അതായത് ഹൗ ഇറ്റ് ഈസ് ഡൺ. ജർമ്മനി ഇപ്പോൾ ബാക്കിയുള്ള കൺട്രീസ് ചെയ്യുന്നത് പോലെ പ്രോസസ്സ് ചെയ്യേണ്ട ഒരു കൺട്രി അല്ല. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ കാനഡ, ഓസ്ട്രേലിയ കേസൊക്കെ ആണെങ്കിൽ ഏജൻസീസിക്ക് ഒരു തേർഡ് പാർട്ടി റോൾ ഉണ്ടെന്ന് തോന്നുന്നു. ബട്ട് ജർമ്മനിയുടെ കേസ് അങ്ങനെ റോള് വരുന്നില്ല എന്ന് തോന്നുന്നു, അല്ലേ? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കേസിൽ ഡെഫിനറ്റ്ലി ഉണ്ട്. ജർമ്മനിയിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസും ഉണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിൻ്റെ കേസിൽ ഡെഫിനറ്റ്ലി ഏജൻസീസിന് റോൾ ഉണ്ട്. പക്ഷേ പബ്ലിക്കിലേക്ക് വരുന്ന സമയത്തേക്ക് ആസ് ഏജൻസി ദർ ഇസ് നോ ഡയറക്റ്റ് ടൈ അപ്പ് വിത്ത് എനി പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. അതൊക്കെ ഒരു മിത്താണ്. ദർ ഇസ് നോ സച്ച് തിങ് ആസ്, അങ്ങനെ ഒരു സംഭവമില്ല. ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പോൾ ഇഫ് യു വാണ്ട് ടു, ഞാൻ ജർമ്മനിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഓൺ ബിഹാഫ് ഓഫ് യു ഐ ക്യാൻ ഡു യുവർ ആപ്ലിക്കേഷൻ. ഓക്കെ. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ അതൊറ്റയ്ക്ക് ചെയ്യുന്ന സമയത്തേക്ക് ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾ ഓൺ എ ഡേ ടു ഡേ ബേസിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് അല്ല. ഒരു നല്ല എമൗണ്ട് ഓഫ് റിസർച്ച് ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ UK-യിലേക്കോ അല്ലെങ്കിൽ കാനഡയിലേക്കോ നിങ്ങൾ പോകുന്ന പോലെയല്ല ജർമ്മനിയിലേക്ക് പോകുന്നത്. കംപ്ലീറ്റ്ലി അക്കാദമിക് ഓറിയൻറ്റഡ് അല്ല. അവിടെയുള്ള യൂണിവേഴ്സിറ്റീസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. ഏത് ടൈപ്പ് ഓഫ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് പോകണം, അതിനെ പറ്റിയിട്ടൊക്കെ ഒരു നല്ല റിസർച്ച് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഐ സജസ്റ്റ് യു ഡു ഇറ്റ് ബൈ യുവർ സെൽഫ്. നിങ്ങളടുത്തും ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നത് അതാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ, യു ക്യാൻ ഡു ഇറ്റ്. പക്ഷേ പണ്ടെന്ന് പറയുമ്പോൾ കാനഡയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അത് UK ആയി, പിന്നെ ഇപ്പം ഓസ്ട്രേലിയ വന്നു, ആൻഡ് കുറച്ച് കഴിയുമ്പോൾ ജർമ്മനി ഇപ്പോൾ ഏറ്റവും ബൂമിങ് ആയി. എന്തുകൊണ്ട് ഇപ്പോഴത്തെ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആപ്ലിക്കൻസ് ഇപ്പം ജർമ്മനി പ്രിഫർ ചെയ്യുന്നു കമ്പയർ ടു കാനഡയൊക്കെ ആണെങ്കിൽ? നേരത്തെ എനിക്ക് തോന്നുന്നു പണ്ട് വിസ കിട്ടാൻ വേണ്ടി എളുപ്പമായിരുന്നു, പിന്നെ PR കിട്ടാൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം UK-യിലും അങ്ങനെയായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും ജർമ്മനിക്കാണ്. പണ്ട് എന്തുകൊണ്ട് ജർമ്മനി ആൾക്കാർ പ്രിഫർ ചെയ്തില്ല? ഒരു മെയിൻ റീസൺ, ഒരു ഹിൻഡ്രൻസ് ആയിട്ട് എല്ലാവരും കണ്ടിരുന്നത് ജർമ്മൻ ലാംഗ്വേജ്. അതായത് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കൺട്രീസൊക്കെ UK ആണെങ്കിലും കാനഡ ആണെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും ഫോർ ദാറ്റ് മാറ്റർ അയർലൻഡ് ആണെങ്കിലും ഒക്കെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് ആണ്. ജർമ്മനി ഇംഗ്ലീഷ് സ്പീക്കിംഗ് അല്ല. അപ്പം നമ്മുടെ മൈൻഡിൽ പണ്ട് തൊട്ടിട്ടേ ഉള്ള ഒരു മിത്ത് ഉണ്ടല്ലോ, അതായത് ജർമ്മൻ ലാംഗ്വേജ് എന്തായാലും ജർമ്മൻ ലാംഗ്വേജ് ഇല്ലാതെ പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു മിത്ത് ഉണ്ടല്ലോ. അതാണ് ഒരു റീസൺ. ഇപ്പം എന്തുകൊണ്ട് ജർമ്മനിയിലേക്ക് ആൾക്കാർ പോകുന്നു എന്ന് വെച്ചാൽ ബാക്കിയുള്ള കൺട്രീസിലേക്കൊക്കെ റെസ്ട്രിക്ഷൻസ് വന്നു. അത്യാവശ്യം എല്ലാം സാച്ചുറേറ്റഡ് ആയി. കാനഡ, UK ഒക്കെ അത്യാവശ്യം ആൾക്കാർ നിറഞ്ഞു. സാച്ചുറേറ്റഡ് എന്ന് പറയാൻ പറ്റുമോ അറിയില്ല. എന്താണെന്ന് വെച്ചാൽ സാച്ചുറേഷനിലേക്ക് എത്തിയിട്ടില്ല. അവർക്ക് ആൾക്കാരെ വേണം. ഇപ്പോൾ കാനഡ ആസ് എ കൺട്രി നിങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ ഇനി അവർക്ക് വേണം. പക്ഷേ ആസ് പ്രസൻറ്റ് അവർക്ക് എടുക്കാനുള്ള സ്റ്റുഡൻസിൻ്റെ ഇൻടേക്ക് റെസ്ട്രിക്റ്റഡ്. അപ്പോൾ ജർമ്മനിയെ സംബന്ധിച്ച് ഡെഫിനറ്റ്ലി ഇത്രയും സ്റ്റുഡൻസ് ഇവിടെ ഉണ്ട്, എവരി വൺ വാണ്ട് ടു ഗോ ഔട്ട് അല്ലേ? അപ്പം അവർ അടുത്ത ബെസ്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി നോക്കും, അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ നോക്കും. അങ്ങനെ നോക്കുന്ന സമയത്തേക്ക് ജർമ്മനി ഈസ് എ വണ്ടർഫുൾ ഓപ്ഷൻ. അതുപോലെ ഞാൻ വേറെ ഒരു സംഭവം കേട്ടെന്ന് വെച്ചാൽ ജർമ്മൻ സിറ്റിസൺസ് എത്ര പെട്ടെന്ന് റിട്ടയർ ആവുന്ന ആൾക്കാരാണെന്ന് കേട്ടിട്ടുണ്ട്. സോ അതുകൊണ്ട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറച്ച് കൂടുതലുണ്ട് ഈ ഏരിയയിൽ. അതുകൊണ്ട് ദേ അട്രാക്ട് സ്റ്റുഡൻസ് ഫ്രം അതർ കൺട്രീസ് എന്നും പറയുന്നുണ്ട്. സോ അതിൽ നിന്ന് എന്താണ് സാറിന് ഇപ്പം? അത് പെട്ടെന്ന് റിട്ടയർ ആവുന്നതല്ല, അവരുടെ ആവറേജ് ഏജ് കൂടുതലാണ്. അതായത് ഏജിങ് ആയിട്ടുള്ള ഒരു പോപ്പുലേഷനാണ്. നമ്മൾ ഈ ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്നൊക്കെ പറയില്ലേ, ഇന്ത്യയുടെ അത് എടുത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു 28 ആണ്. ജർമ്മനിയുടെ സംവെയർ അറൌണ്ട് 53 കൈൻഡ് ഓഫ് ആവറേജ് ഏജ് എടുത്ത് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ ഇത്രയും കമ്പനികൾ അവിടെ ഉണ്ട്, റൈറ്റ്? ഇത്രയും കമ്പനികളുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ വൈസ് അവർ ഭയങ്കര സ്ട്രോങ് ആണ്, മാനുഫാക്ചറിങ് സ്ട്രോങ് ആണ്, സർവീസ് സെക്ടർ സ്ട്രോങ് ആണ്. അവർക്ക് ആൾക്കാരെ വേണം. സോ ആ ആൾക്കാരാണ് നമ്മളിവിടെ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ പോകുന്നത്. അപ്പോൾ സ്പെസിഫിക്കലി ഇപ്പോൾ വൈ ജർമ്മനി എന്ന് ചോദിക്കുകയാണെങ്കിൽ, വൈ ഷുഡ് സംവൺ വാണ്ട് ടു ഗോ ടു ജർമ്മനി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഡെഫിനറ്റ്ലി
ജോബ് ഓപ്പർച്യൂണിറ്റീസ് തന്നെയാണ്. Okay. ഒന്ന് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് എനിക്ക് തോന്നുന്നു ബൈ 2035 അവർക്ക് ഓൾമോസ്റ്റ് ഒരു 70 lakhs 7 million പീപ്പിളിനെ അവർക്ക് വേണം. അത്രയും ക്രിട്ടിക്കൽ സ്കിൽ ഷോർട്ടേജ് ഉണ്ട്. Okay. ഒന്നാമത്തെ റീസൺ. ഓക്കെ രണ്ടാമതൊരു റീസൺ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റീസിൻ്റെ ക്വാളിറ്റി. ഓക്കെ നമ്മളെപ്പോഴും ഈ റാങ്കിങ് ഒക്കെ നോക്കുമല്ലോ. ഓക്കെ ഇപ്പോൾ ജർമ്മനിയിലുള്ള ടോപ്പ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി, ഇപ്പോൾ ഫോർ ദാറ്റ് മാറ്റർ RWTH, ഷാഹൻ, TU മിനിക് ഒക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് 100 വരുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റി അവിടെ ഉണ്ട്. ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇസ് ദാറ്റ് ഗ്രേറ്റ്, സോ സ്ട്രോങ്. സോ സ്ട്രോങ്. ഓക്കെ യാ, പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ലിവിങ് കോസ്റ്റ് കുറച്ച് കുറവാണ് ജർമ്മനിക്ക്. അതായത് ഇപ്പോൾ നമ്മൾ UK, കാനഡ അല്ലെങ്കിൽ അയർലൻഡൊക്കെ വെച്ച് നോക്കാം. അയർലൻഡിലൊക്കെ അക്കോമഡേഷൻ കോസ്റ്റ് ഒക്കെ ഭയങ്കര ഹൈ ആണ്. നമ്മളെടുത്ത് ഇപ്പോൾ ജർമ്മനിയിലേക്ക് പോയിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും എനിക്ക് തോന്നുന്നു ഹാർഡ്ലി ഒരു 700 euros അവരുടെ എല്ലാ ലിവിങ് എക്സ്പെൻസസും ഇറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ അപ്പോൾ അവരുടെ ലിവിങ് എക്സ്പെൻസസിന് വേണ്ടിയിട്ട് അവർ പാർട്ട് ടൈം ഓപ്പർച്യൂണിറ്റീസും പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ദാറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ സ്റ്റുഡൻസ് ആർക്കും ഇതുവരെ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ അയർലൻഡിലൊക്കെ എനിക്ക് തോന്നുന്നു ലൈക്ക് ഒരു റെൻ്റ് ഔട്ട് എടുക്കണമെങ്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 800-900 euros യൂറോസ് വരും. ലിവിങ് എക്സ്പെൻസസ് അപ്പാർട്ട് ഫ്രം ദാറ്റ്, അതായത് ഇവരുടെ റെൻറ്റിങ് കോസ്റ്റ് മാത്രം. ഓക്കെ പക്ഷേ ജർമ്മനിയുടെ കേസിൽ അത്രയൊന്നും വരുന്നില്ല. സാറിന് ആദ്യത്തെ പോയിന്റ് ഓപ്പർച്യൂണിറ്റീസിന്റെ കേസ്. രണ്ടാമത്തെ പോയിന്റ് ഈ പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ, ഏറ്റവും ക്വാളിറ്റി ഉള്ള ഹയർ എഡ്യൂക്കേഷൻ. പിന്നെ സാറ് വരുന്നത് നമ്മുടെ ലിവിങ് കോസ്റ്റ് കുറവാണെന്ന് സാറ് പറഞ്ഞു. ഇതിനേക്കാളൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഫ്രീ ഫ്രീ എഡ്യൂക്കേഷൻ. അതാണ് എല്ലാവരും ചെയ്യുന്ന ഒരു ഫാക്ടർ. എല്ലാവരും ജർമ്മനിയിലേക്ക് നോക്കുന്ന സമയത്തേക്ക് ഫ്രീ ആയിട്ട് പഠിക്കാം. ഫ്രീ ആയിട്ട് പഠിക്കാം. ടെക്നിക്കലി വാട്ട് that does mean for an Indian student, അല്ലെങ്കിൽ ഒരു കേരളത്തിൽ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇപ്പോൾ USA UK പ്രൊവൈഡ് ചെയ്യുന്ന എലീറ്റ് ലീഗ് സ്കൂൾസിൽ പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ലീഗ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ജർമ്മനിയിൽ ഫ്രീ ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. So that means you are going to save somewhere around 15 to 20 lakhs Okay. per annum. അത് വലിയൊരു ടേക്കാണ് അല്ലേ? അതായത് ഇപ്പം 2 വർഷത്തെ മാസ്റ്റേഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്വാളിറ്റി ഉള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 to 30 lakhs അത് ഇവിടെ കംപ്ലീറ്റ്ലി സേവ് ആവും. അപ്പോൾ അത് പബ്ലിക്ലി ഫണ്ടഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ്. യൂണിവേഴ്സിറ്റീസ് പബ്ലിക്ലി ഫണ്ടഡ്, അതായത് ഗവൺമെന്റ് ഫണ്ടഡ് ആണ് അവിടുത്തെ യൂണിവേഴ്സിറ്റി. അത് പബ്ലിക് യൂണിവേഴ്സിറ്റീസ്. അവിടുത്തെ സ്റ്റുഡൻസിനും ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും അവർ അങ്ങനെ ഒരു വേർതിരിവില്ല. നിങ്ങൾ ഇന്റർനാഷണൽ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങൾ ഫീ പേ ചെയ്യണം, അങ്ങനെ ഒരു വേർതിരിവില്ല. ഫണ്ടഡ്, അത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ് എഡ്യൂക്കേഷൻ. പിന്നെ അഞ്ചാമത്തെ ഒരു പോയിന്റ് ഉണ്ട്, ഭയങ്കര അട്രാക്റ്റിംഗ് ആയിട്ടുള്ള പോയിന്റ്, ഷെങ്കൻ വിസ. യെസ്, അത് എല്ലാവരും അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ എല്ലാവരും ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് എപ്പോഴും റീലും ഇൻസ്റ്റാഗ്രാമൊക്കെ ഭയങ്കര ഇതല്ലേ. ഇപ്പം പുറത്ത് പഠിക്കാൻ പോകുന്ന കണ്ടിപ്പോൾ ജർമ്മനിയിലും ഫ്രാൻസിലൊക്കെ പഠിക്കാൻ പോകുന്ന ഒരാഴ്ച സ്വിറ്റ്സർലാൻഡിൽ കാണാം, ഒരാഴ്ച ഫ്രാൻസിൽ കാണാം. കേരളത്തിൽ നിന്ന് തമിഴ്നാട് പോകണ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ബാംഗ്ലൂർ പോകണ പോലത്തെ സ്കീമാന്ന് തോന്നുന്നു. അല്ല, കേരളത്തിൽ നിന്ന് തമിഴ്നാട് പോകുന്ന പോലും ഇല്ല. അതായത് ഇപ്പം നമ്മൾ എറണാകുളത്ത് നിന്ന് കോഴിക്കോടേക്ക് പോകണമെങ്കിൽ എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് അല്ലേ, അത്രയേ ഉള്ളൂ. ഈ രാജ്യം ഇതിനെയൊന്നും നമുക്ക് അങ്ങനെ ആസ് എ കോൺസെപ്റ്റ് ഓഫ് എ കൺട്രി നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ യൂറോപ്പിൽ ജോലി ചെയ്തിരുന്ന സമയത്തൊക്കെ ആദ്യമായിട്ട് ട്രാവൽ ചെയ്യുമ്പം എനിക്ക് നമ്മൾ ഈ കൺട്രി എന്ന് പറയുമ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, ഇന്ത്യ, ശ്രീലങ്ക, അതൊക്കെയല്ലേ നമ്മളെ മൈൻഡിലുള്ള കൺട്രി കോൺസെപ്റ്റ് ഉള്ളത്. ഇത് നമ്മളൊരു ബോർഡർ കാറിൽ ക്രോസ് ചെയ്യുന്നത് പോലും അറിയില്ല. എനിക്ക് തോന്നുന്നു ട്രാവലിംഗ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ ജർമ്മനി ആയിരിക്കും തോന്നുന്നു. ഷെങ്കൻ ഏരിയ ഡെഫിനറ്റ്ലി. യൂണിയൻ നമുക്ക് അത്യാവശ്യം എല്ലാം കവർ ചെയ്യാനുള്ള 26 കൺട്രീസ് നിങ്ങൾക്ക് കവർ ചെയ്യാം. ഷെങ്കനിലുള്ള UK ഉണ്ടായിരുന്നു, UK മാറി ഇപ്പോൾ ബാക്കിയുള്ള 26 EU ഇതിൽ വരുന്ന എല്ലാ കൺട്രീസും നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റും. പിന്നെ ജർമ്മൻ ലാംഗ്വേജ് അറിയെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കുറേ കൺട്രീസിൽ ജീവിക്കാനും പറ്റും. അതെ, എനിക്ക് തോന്നുന്നു ഓസ്ട്രിയ ജർമ്മൻ സ്പീക്കിംഗ് ആണ്, സ്വിറ്റ്സർലാൻഡിന്റെ പാർട്ട് ഓഫ് സ്വിറ്റ്സർലാൻഡ് ജർമ്മൻ സ്പീക്കിംഗ് ആണ്. ഓക്കെ, ജർമ്മനി അത്രയും നെതർലാൻഡ്സിൽ കുറച്ച് പാർട്സിൽ ജർമ്മൻ സ്പീക്കിംഗ് ആണ്. അത്യാവശ്യം ജർമ്മൻ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും നമുക്ക്. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇൻഡസ്ട്രിയലി അവർ അത്രയ്ക്കും സൗണ്ട് അല്ലേ. ഓക്കെ, അതെ, ഡെഫിനറ്റ്ലി ദാറ്റ് ഈസ് ദെയർ. അതെ, നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ എല്ലാ വണ്ടികളും ജർമ്മൻ, വോൾക്സ്വാഗൺ, നമുക്ക് പരിചയമുള്ള എല്ലാ കമ്പനികളും. കാറിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ മെർസിഡസ് ആണെങ്കിലും, ഓഡി ആണെങ്കിലും, BMW ആണെങ്കിലും, പോർഷെ ആണെങ്കിലും, ബോഷ് ആണെങ്കിലും എല്ലാം ജർമ്മനാണ്. നമ്മൾ എനിക്ക് തോന്നുന്നു ഓൺ ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ തന്നെ എത്ര പ്രൊഡക്ട്സ് ജർമ്മൻ യൂസ് ചെയ്യുന്നത്. ആ ഒരു ക്വാളിറ്റി ഓഫ് ദാറ്റ് ഈസ് ദെയർ. അതെ, അങ്ങനെ ഒരു പാട്ടാവും, അതിലൊരു പാട്ടാവാൻ പറ്റുവാണെങ്കിൽ ഡെഫിനറ്റ്ലി എല്ലാവരും ഡ്രീമാന്ന് തോന്നുന്നു. ആ ഒരു ഇതിൽ നമുക്കൊരു പാട്ടാവാൻ വേണ്ടിയിട്ട്. അതെ, പക്ഷേ ഇത് ഞാൻ പറഞ്ഞല്ലോ, അതായത് നമ്മൾ പാട്ടാവാൻ നോക്കുന്ന നമ്മുടെ നാട്ടിൽ നിന്നുള്ള സ്റ്റുഡൻസിന് എപ്പോഴും ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതൊരു അക്കാദമിക് പെർസ്പെക്റ്റീവിൽ മാത്രം അവർ കാണണം. ഓക്കെ, ഇപ്പോൾ കാനഡയിലേക്കോ പോകുന്ന മാതിരി ഞാനൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് അപ്ലൈ ചെയ്യുന്നു, അത് അങ്ങനെ ഒരു മൈൻഡിൽ വെച്ചിട്ട് അവൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ എത്തി അവൻ പെട്ടു. ഡെഫിനറ്റ്ലി ഇപ്പോൾ ഇംഗ്ലീഷിലാണ് കോഴ്സസ് വരുന്നത്, നമ്മൾ ഇംഗ്ലീഷിലുള്ള മാസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ അവിടെ നിങ്ങൾക്കൊരു PR ഓപ്പർച്യൂണിറ്റി ആണെങ്കിലും
പാർട്ട് ടൈമിന് വലിയ ബുദ്ധിമുട്ട് വരുന്നില്ല. മെയിൻലി PR ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഈ ഇന്റേൺഷിപ്സ് പോലത്തെ കാര്യങ്ങൾക്ക് ജർമ്മൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണം. അപ്പം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഇവിടുന്ന് എൻ്റെ അടുത്ത് നിന്ന് പോകുന്ന സ്റ്റുഡൻസ് എല്ലാവരുടെ അടുത്തും നമ്മളെപ്പോഴും പറയുന്ന A2 വരെയെങ്കിലും പഠിച്ചിരിക്കുക. ഒരു B1 ലെവലെങ്കിലും നിങ്ങൾക്ക് B1 ലെവൽ അറിയുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി ഗ്രേറ്റ്. A2 എങ്കിലും അറിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലൈഫ് നല്ല എളുപ്പം സെറ്റാവും. ഓക്കെ. സോ ഇപ്പോൾ സാറ് പറഞ്ഞു ജർമ്മനിൽ എന്തുകൊണ്ട് 5 പോയിന്റ്സ് എന്ന രീതിയിൽ നമ്മുടെ ഫ്രീ എഡ്യൂക്കേഷൻ ഒരു പോയിന്റ്, അതുപോലെ തന്നെ വേറെ ഷെങ്കൻ വിസ, ദെൻ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, അതുപോലെ തന്നെ വേക്കൻസീസ്, അതുപോലെ ആൻഡ് ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ലിവിങ് കോസ്റ്റ് ഭയങ്കര കമ്പാരിറ്റീവ്ലി കുറവാണ്. ഭയങ്കര കുറവെന്ന് പറയാൻ പറ്റില്ല, കമ്പാരിറ്റീവ്ലി കുറവാണ്. ഞാൻ പിന്നെ കേട്ട ജർമ്മൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അത്യാവശ്യം ഡിഫറെൻ്റ് ആണ് ബാക്കി കമ്പയർ ടു വേറെ രാജ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം വെച്ച് കമ്പയർ ചെയ്യാം. നമ്മളിപ്പോൾ അതാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ 12th കഴിഞ്ഞു, നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ അവിടെ തീർന്നു. ദെൻ വി വിൽ പ്രിപ്പയർ ഫോർ അവർ പ്രൊഫഷണൽ ഡിഗ്രി അല്ലെങ്കിൽ അങ്ങനത്തെ ഡിഗ്രീസിൽ നമ്മൾ പോകും. ജർമ്മനിൽ അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അവർക്ക് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു സ്റ്റേജും കൂടി ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ പേര് ആ സ്റ്റേജ് കഴിഞ്ഞിട്ട് 2 രീതിയിലാണ് തിരിഞ്ഞു പോകുന്നതും കേട്ടിട്ടുണ്ട്. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ് മാസ്റ്റേഴ്സ് PhD റീസർച്ച് ഏരിയയിലേക്കും പോകുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജോബ് പെർസ്പെക്റ്റീവായിട്ട് ഒരു ഫീൽഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ സ്റ്റഡി പെർസ്പെക്റ്റീവായിട്ട് വേറെ ഫീൽഡ് വരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് സാറിൻ്റെ ഒരു അഭിപ്രായം വരുന്നത്? അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്കിവിടെ 12 വർഷമാണ് ബാച്ചിലേഴ്സിൻ്റെ മിനിമം ക്വാളിഫിക്കേഷൻ. ജർമ്മനിയിൽ അത് 13 വർഷം, ഒരു വർഷം കൂടുതൽ പഠിക്കണം. അപ്പം ഇവിടുന്ന് ബാച്ചിലേഴ്സിന് പഠിക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ അയാൾ ഈ ഒരു 13ാമത്തെ വർഷം അവിടെ പോയിട്ട് പഠിക്കണം. അത് സ്റ്റുഡൻറ് കൊലീഗ്, അതിൻ്റെ ടെക്നിക്കാലിറ്റിയിലേക്ക് ഞാൻ കിടക്കുന്നില്ല. ഓക്കെ, അങ്ങനെയാണ് ബാച്ചിലേഴ്സിൻ്റെ സ്ട്രീമിലേക്ക് വരുന്നത്. രണ്ടാമത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതെന്ന് വെച്ചാൽ വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറയും. നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സ്റ്റുഡൻസ് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാവും, മോസ് ബിൽഡിംഗ്, നഴ്സിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് ഒരു ഓപ്ഷനാണ്. പിന്നെ നോർമൽ നമ്മുടെ ബാച്ചിലേഴ്സ് പോലെ. അതെ, നമ്മളിപ്പോൾ എൻവയൻസ് സ്പെസിഫിക്കലി കുറച്ചും കൂടെ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് മാസ്റ്റേഴ്സ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. സ്റ്റുഡൻസിന് മാസ്റ്റേഴ്സിനുള്ള അഡ്മിഷനാണ് നമ്മൾ ഫോക്കസ് കൊടുക്കുന്നത്. ഇപ്പോൾ മാസ്റ്റേഴ്സിൻ്റെ കേസാണെങ്കിൽ തന്നെ ജർമ്മനിയിൽ 2 ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, പബ്ലിക് ആൻഡ് പ്രൈവറ്റ്. അതിൽ തന്നെ കുറച്ച് ഡിഫറൻസിയേഷൻസും വരുന്നുണ്ട്. സോ അത് എന്താണ് ക്ലാസിഫിക്കേഷൻ വരുവാണെങ്കിൽ തന്നെ എന്തൊക്കെ ഡിഫറൻസ് ആണ് അതിൽ വരുന്നത്? പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി സെയിം, ലൈക്ക് ഇപ്പോൾ എല്ലാ UK-ലും ഇവിടെയുള്ള പോലെ തന്നെയൊക്കെ പ്രൈവറ്റ് നമ്മൾ ഫീസ് കൊടുത്ത് പഠിക്കുന്ന യൂണിവേഴ്സിറ്റീസ്. പബ്ലിക് യൂണിവേഴ്സിറ്റീസ് വരുന്ന സമയത്തേക്ക് ഗവൺമെന്റ് ഫണ്ടഡ് ആണ്. പബ്ലിക്കിൽ തന്നെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് വരുന്നത്. റൈറ്റ്, അതാണ് നമ്മളുടെ സ്റ്റുഡൻസ്. ഇപ്പം നമ്മൾ സ്പെസിഫിക്കലി പബ്ലിക് യൂണിവേഴ്സിറ്റി ഹാൻഡിൽ ചെയ്യുന്നതായതുകൊണ്ട് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടുന്ന് ഒരു സ്റ്റുഡൻറ്റ് പോകുന്ന സമയത്തേക്ക് അയാൾ റിസർച്ച് നടത്തേണ്ടത് ഇതിലാണ്, അല്ലെങ്കിൽ അവിടെ എത്തിപ്പെട്ടു പോകും. ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നത്? അതായത് പ്രോപ്പറായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് ആൾക്ക് ഇവിടെ നിന്നില്ലെങ്കിൽ ആൾക്ക് എന്താണ് വേണ്ടത്. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അക്കാദമിക് പെർസ്പെക്റ്റീവ് പറഞ്ഞല്ലോ. നമ്മൾ ജർമ്മനി ചെയ്യേണ്ടത് ഒരു അക്കാദമിക് പെർസ്പെക്റ്റീവ് മാത്രമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവരും പറയും, എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റി കിട്ടി, സെറ്റാണ്, ഫുള്ളി ഫണ്ടഡ് ആണ്, ഞാൻ പോവാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളൊക്കെ പബ്ലിക് യൂണിവേഴ്സിറ്റി അല്ല, ഇതെല്ലാം സത്യമാണ്, ഇതൊക്കെ പാർഷ്യലി സത്യമാണ്. അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്, ഫുള്ളി ഫണ്ടഡ് ആണ്, സെറ്റാണ്, അതുവരെ സത്യമാണ്. പക്ഷേ ഈ പോകുന്ന കാൻഡിഡേറ്റിന് ഇതിനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വളരെ ഇമ്പോർട്ടൻറ്റ്. എന്താണെന്ന് വെച്ചാൽ ജർമ്മനിയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ 2 ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റീസ്. ഒന്ന് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ്, ഒന്ന് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസസ്. ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിസർച്ച് ഓറിയൻറ്റഡ് ആണ് കോഴ്സ്. റിസർച്ച് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞിട്ട് കുറച്ചധികം റിസർച്ച് ഓറിയൻറ്റഡ്, തിയറി ബേസ്ഡ് ആണ്. ആ രീതിയിലേക്കാണ് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ കിട്ടാനും ബുദ്ധിമുട്ടാണ്. കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലെങ്കിൽ സർവൈവ് ചെയ്യാനും നല്ല ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ 2 വർഷം കൊണ്ട് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഒരു മാസ്റ്റേഴ്സ് കഴിയുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത്രയും ഹെക്ടിക്കായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ തന്നെ 2.5 വർഷം 3 വർഷം എടുക്കുന്നത് എനിക്കറിയാം. അതായത് സ്പെസിഫിക്കലി അത്രയും റിസർച്ച് ചെയ്തിട്ട് ഇതിനെ പറ്റിയിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ആൾക്കാർ ജർമ്മനിയിൽ പോയിട്ട് 2.5 വർഷം 3 വർഷം എടുക്കുന്നവരെ എനിക്ക് പേഴ്സണലി അറിയാം. സോ അത് സ്റ്റുഡൻസ് എല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു മെയിൻ എനിക്ക് മനസ്സിലായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു നെഗറ്റീവ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് ഇതിനെ പറ്റിയിട്ടൊരു അവയർനെസ് ഇല്ല. അവയർനെസ് ആരും കൊടുക്കുന്നില്ല. ഇപ്പം നേരത്തെ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് നമ്മൾ കൺസൾട്ടൻസീസ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്ക് സ്റ്റോറിയാണ്. അതെ, നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. നമ്മൾ സ്റ്റുഡൻസിന് മാസ്റ്റേഴ്സിന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പം സ്റ്റുഡൻസിന് നമുക്ക് ഈ വിവരം പ്രോപ്പറായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അവർ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണോ പോകുന്നത്, ആ യൂണിവേഴ്സിറ്റിൻ്റെ ലൊക്കേഷൻ എന്താണോ, ഈ കോഴ്സിൻ്റെ സ്ട്രക്ചർ എന്താണ്, അല്ലെങ്കിൽ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ എത്ര കൊണ്ട് കോഴ്സ് തീർക്കാൻ പറ്റും, ഇതിനെ പറ്റിയിട്ടൊക്കെ സ്റ്റുഡൻസിന് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണം. അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അവിടെ പോയിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാവും. അപ്പം റീസെൻ്റ്ലി നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം അഡ്മിഷൻ വന്ന് കണ്ടിട്ടുള്ളൊരു കോഴ്സ്
പ്രത്യേകിച്ച് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിന് RWTH ആഹനിലുള്ള എൻ്റെ ഒരു 4 ഫ്രണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്. മെറ്റീരിയൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഓക്കെ, RWTH ആകാൻ അത്യാവശ്യമല്ല ടോപ്പ് എനിക്ക് യൂണിവേഴ്സിറ്റി തോന്നുന്നു അതിന്റെ 77 എങ്ങാനാണ് Okay. QS ranking ന്റെ കേസിൽ വരുന്നത്. വരുന്നത്. ഭയങ്കര TU9 വരുന്നത്. TU9 എന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ ടോപ്പ് 9 യൂണിവേഴ്സിറ്റീസ്. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ടോപ്പ് 9 യൂണിവേഴ്സിറ്റീസ് ആണ്. ഏകദേശം 13-17 ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ്. അതിൽ തന്നെ TU9 ആണ് ടോപ്പ് യൂണിവേഴ്സിറ്റി, ടോപ്പ് ആയിട്ട് ലീഗ് പോലെ പോകുന്ന യൂണിവേഴ്സിറ്റി, റിസർച്ച് ബേസ് അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പൊ അതിൽ തന്നെ RWTH ഇപ്പം ഇവിടെ നിന്ന് നോക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം RWTH അഡ്മിഷൻ കിട്ടി മെറ്റീരിയൽ സയൻസ്. ഏത് ബാങ്കും അവൻ എത്ര 1 കോടി രൂപ വരെയാണെങ്കിലും ബാങ്ക് ലോൺ കൊടുക്കും. റൈറ്റ്. അതേപോലെ തന്നെ നമ്മൾ റാങ്കിങ് ഒക്കെ നോക്കുന്ന സമയത്തേക്ക് സാധാരണ ഒരാൾ ചിന്തിക്കുമ്പോൾ ഒക്കെ സെറ്റാണ്, അല്ല കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അവിടെ പോയിട്ട് ചേട്ടാ ഈ കോഴ്സ് എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി തരുമോ എന്ന് ചോദിച്ചിട്ട് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ഇതിനെ പറ്റിയിട്ട് നല്ല അണ്ടർസ്റ്റാൻഡിങ് ചെയ്തിട്ടില്ല, അവർ റിസർച്ച് ചെയ്തിട്ടില്ല, അവർക്ക് ആരും ഇത് പറഞ്ഞു കൊടുത്തിട്ടില്ല. അപ്പം നമ്മളെ സ്റ്റുഡൻസും ഈ കോഴ്സിൽ പഠിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഇവരുടെ അടുത്തൊക്കെ പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് റിസർച്ച് ചെയ്യാം. നിങ്ങൾ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രം ഗ്രൗണ്ടിലുള്ള റിയാലിറ്റി അറിയാം. ഇത്രയും അറിഞ്ഞിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രം പോയാൽ മതി. ശരിക്കും പറഞ്ഞാൽ നെറ്റ്വർക്കിംഗ് പ്ലേസ് റിയൽ റോൾ അല്ലേ? അവരുടെ അലൂമിനീസോ അല്ലെങ്കിൽ അങ്ങനത്തെ കേസൊക്കെ സംസാരിക്കുവാണെങ്കിൽ, കോഴ്സിന്റെ സ്ട്രക്ചേഴ്സ് ഒക്കെ സംസാരിക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആവും തോന്നുന്നു. ആ രീതിയിൽ ഒന്നും അറിയാതെ പോണേക്കാട്ടും കൂടുതൽ നല്ലതായിരിക്കും നെറ്റ്വർക്കിംഗ് ത്രൂ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു ഫാക്ടറിന്റെ മേലെയാണ് നമ്മളെപ്പോഴും എംഫസൈസ് ചെയ്യുന്നത്. അതായത് നിങ്ങൾ ഇവിടുന്ന് ജർമ്മനിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ബെറ്റർമെന്റിനായിരിക്കണം. നല്ല കഷ്ടപ്പാട് നാട്ടിൽ കിട്ടുമ്പോൾ വെറുതെ ഭാഷ അറിയാത്ത സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ ആ ലോജിക്ക് ഇതിൽ പ്രോപ്പർലി യൂസ് ചെയ്യണം. ഞാൻ എൻ്റെ അടുത്തേക്ക് വരുന്ന ഇപ്പൊ എങ്ങനെയെങ്കിലും ജർമ്മനിയിലേക്ക് എന്നെ എത്തിച്ചു തരുമോ എന്ന് വെച്ചിട്ട് ആൾക്കാർ വരാറുണ്ട്. ചേട്ടാ എനിക്ക് എങ്ങനെയെങ്കിലും ജർമ്മനി പോകാം. അപ്പൊ ഞാൻ പറയും നീ എനിക്ക് പറ്റിയ ആളല്ല, അല്ലെങ്കിൽ ഞാൻ നിനക്ക് പറ്റിയ ആളല്ല. എനിക്ക് ആ രീതിയിലേക്ക് നമുക്ക് എങ്ങനെയെങ്കിലും നിന്നെ ജർമ്മനിയിൽ എത്തിക്കാനുള്ള ഓപ്ഷൻ നമുക്കില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ടോ അത്രമാത്രം നിങ്ങളും വർക്ക് ചെയ്യണം. അപ്പോഴേ ഇതിനൊരു മ്യൂച്വൽ ഒരു, അതായത് ഇത് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഫ്യൂച്ചറാണ് അല്ലേ? ഇതൊരു വലിയ ഡിസിഷനാണ്. നിങ്ങൾ ഇത്രയും ഇവിടെ ഒരു സ്ട്രഗിൾ എടുത്ത് ഒരു പുതിയ നാട്ടിൽ പോയിട്ട് ജീവിക്കാനുള്ള സ്ട്രഗിൾ ഐ നോ ഇറ്റ് പേഴ്സണലി. എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ ജീവിച്ചതുകൊണ്ട് ഐ നോ ഇറ്റ് പേഴ്സണലി. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു ബി നല്ല രീതിയിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവണം. അപ്പം നമ്മളിപ്പോൾ കഴിഞ്ഞ വർഷം തൊട്ടിട്ട് കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമ്മളെ വഴി പോയിട്ടുള്ള ഒരു 100-150 സ്റ്റുഡൻസ്, അവരോട് ഇപ്പോഴും നമ്മൾ നല്ല ടച്ചിലുണ്ട്. അവർ മിക്കതും ഈ TUസിലും പോയിട്ടുണ്ട്, അതുപോലെ തന്നെ അപ്ലൈ സയൻസിലും പോയിട്ടുണ്ട്. സാർ പറഞ്ഞു TUസിൽ റിസർച്ച് ഓറിയന്റഡ് ആണ് രീതി പറഞ്ഞു, ആൻഡ് നല്ല പാടാന്നും പറഞ്ഞു, അത് നല്ല വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. ബട്ട് വേറൊരു കേസ് ആരും അറിയാതെ പോകുന്ന അപ്ലൈ സയൻസ് യൂണിവേഴ്സിറ്റിന്റെ കേസാണെന്ന് തോന്നുന്നു. അറിയാതെ പോകുന്നതിന്റെ അല്ല പ്രശ്നം, അതായത് ഇതിനെ പറ്റിയിട്ടുള്ള ഡിഫറൻസ് അറിയാത്ത കുറെ പേരുണ്ട്. അപ്ലൈഡ് സയൻസ് കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആണ്. തിയറീസ് അത്യാവശ്യം കുറവായിരിക്കും, പക്ഷേ കുറച്ചുകൂടി ജോബ് ഓറിയന്റഡ് അല്ലെങ്കിൽ അങ്ങനത്തെ രണ്ടിലും ജോബ്സ് ഈക്വൽ ആണ്. മീൻസ് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഈക്വൽ ആണ്. പക്ഷേ എന്നിരുന്നാലും പ്രാക്ടിക്കൽ ഓറിയന്റഡ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. ഓക്കെ, നമ്മൾ അപ്ലൈ സയൻസിന്റെ കേസസ് വരുമ്പോൾ അത് ഭയങ്കര എല്ലാവരും അറിയേണ്ട ഒരു കേസസ് ആണ്. ശരി, അല്ല അതിനെ പറ്റി, അതായത് നമുക്ക് 9 ആണ് പോകുന്നതെങ്കിൽ 9 എന്ത് വേണം എന്നുള്ളത് 9 നല്ല അണ്ടർസ്റ്റാൻഡിങ് വേണം. നിനക്കിപ്പം ഇത് കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ജോബ് ഓറിയന്റഡ് ആയിട്ട് പോകണോ അതോ കുറച്ചും കൂടെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോകണോ? ഇനി റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പോയാലും അതിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണെന്നുള്ള നല്ല അണ്ടർസ്റ്റാൻഡിങ് നിനക്ക് വേണം. റൈറ്റ്, ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സ്കിൽസ് യു ഹാവ്. ഇവിടുത്തെ പോലെ നമുക്ക് ആർക്കും പ്ലേസ്മെന്റ് ഒന്നും നിങ്ങൾക്ക് വന്ന് തരില്ല. ശരിയാണ്, ദാറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. അതെ. അതുപോലെ ഈ വേറൊരു കേസ് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ ലാംഗ്വേജ് റിക്വയർമെന്റ്. മാസ്റ്റേഴ്സ് പഠിക്കാൻ ലാംഗ്വേജ് ആവശ്യമുണ്ടോ? എല്ലാവരുടെ ഒരു ഡൗട്ടാണ്. മാസ്റ്റേഴ്സ് പഠിക്കാൻ ജർമ്മൻ ലാംഗ്വേജ് വേണം, അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് ഇംഗ്ലീഷ് മതി, അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് ഇംഗ്ലീഷ് മാത്രം മതി നമുക്ക് ജർമ്മനി സർവൈവ് ചെയ്യാമെന്നും പറയുന്ന കുറേ പേരുണ്ട്. എന്താണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ? ലൈക്ക് ലാംഗ്വേജ് പ്ലേസ് എ റിയലി റോൾ ആണോ? എനിക്കൊരു ഡൗട്ടാണ് ആ കേസിൽ. ലാംഗ്വേജ് പ്ലേസ് എ റോൾ. ഓക്കെ, അത് ഡെഫിനറ്റ് ആയിട്ടും ഉണ്ട്. അതായത് ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലി ഞാൻ ജർമ്മൻസിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം നിങ്ങൾക്കൊരു കോഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു വർക്കിലേക്ക് കടക്കുന്ന സമയത്തേക്ക് ഡെഫിനറ്റ്ലി യു വുഡ് ബി റിക്വയറിങ് ജർമ്മൻ ഇല്ലാതെ നിങ്ങൾക്ക് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും പോവാം. അതായത് കോഴ്സ് ഇംഗ്ലീഷിലാണ്, നിങ്ങൾക്ക് പാർട്ട് ടൈം കിട്ടാനും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല, പ്രൊവൈഡഡ് യു നോ അബൌട്ട് ദ സിറ്റി. അതായത് കുറച്ച് വലിയ റിമോട്ട് അല്ലാത്ത സ്ഥലങ്ങളിലുള്ള സിറ്റി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് വോണ്ട് ബി എ പ്രോബ്ലം. പക്ഷേ ഓൺ എ ലോങ്ങർ റൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും ലാംഗ്വേജ് വേണം. അപ്പോൾ നിങ്ങൾ മാസ്റ്റേഴ്സിന് നോക്കുന്ന ഒരാളാണെങ്കിൽ ഐ സജസ്റ്റ് ഡെഫിനറ്റ്ലി യു സ്റ്റാർട്ട് ലേണിംഗ്. ഓക്കെ, ഇപ്പോൾ ജർമ്മൻ ലാംഗ്വേജിലുള്ള മാസ്റ്റേഴ്സും ഉണ്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജുള്ള മാസ്റ്റേഴ്സും ഉണ്ട്, അതുപോലെ തന്നെ ബൈലിംഗ്വൽ ലാംഗ്വേജിലുള്ള മാസ്റ്റേഴ്സും വരുന്നുണ്ട്. അപ്പം മിക്കവരും ഇപ്പം അത്യാവശ്യം ലാംഗ്വേജ് റിക്വയർമെൻ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ, അത് പ്രൊഫിഷ്യൻസി ഉള്ള ആൾക്കാരാണെങ്കിൽ ദേ ക്യാൻ ഗോ ഫോർ, ഓപ്പർച്യൂണിറ്റി കുറച്ച് കൂടുതലായിരിക്കും തോന്നുന്നു അല്ലേ? സബ്ജക്ട്സിൻ്റെ കേസ് നോക്കുവാണെങ്കിൽ തന്നെ അത് 2 തരത്തിൽ നോക്കാം. അതായത് 10-16 വർഷമായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ പഠിക്കുന്നു അല്ലേ, എന്നിട്ട് തന്നെ ഇവിടെ പഠിച്ച് പാസ്സാവാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയൊരു ഭാഷ ജർമ്മൻ പഠിച്ചെടുത്തിട്ട് അതിൽ മാസ്റ്റേഴ്സ് ചെയ്യാന്നൊക്കെ
പറയുന്നത് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഇമ്പോസിബിൾ ആണെന്നല്ല, പക്ഷേ ഒരു നോർമൽ കേസിൽ നമ്മൾ ആലോചിക്കുമ്പം ഇറ്റ് ഇസ് നോട്ട് ദാറ്റ് ഈസി, റൈറ്റ്. അടുത്തൊരു ഓപ്ഷൻ നിങ്ങൾക്കുള്ളത് ബൈലിംഗ്വൽ കോഴ്സസ് ആണ്. ഓക്കെ. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് CGPA കുറഞ്ഞ ഒരാളാണെങ്കിൽ CGPA ലോ CGPA വെച്ചിട്ട് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ. ശരിക്കും CGPA ഉണ്ടെങ്കിൽ മാത്രമേ ജർമ്മനി പോകാൻ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ഓക്കെ. അവിടെ ജർമ്മൻ ലാംഗ്വേജ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ. ഓക്കെ. ബൈലിംഗ്വൽ കോഴ്സസിന് നിങ്ങൾക്ക് അഡ്മിഷൻ ഇപ്പോൾ ഒരു A2 അല്ലെങ്കിൽ B1 ലെവൽ ഉണ്ടെങ്കിൽ ബൈലിംഗ്വൽ കോഴ്സസ് ഉണ്ട്. ഇംഗ്ലീഷ് തന്നെയായിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടായിരിക്കുക, along with that German also. ജർമ്മനും കൂടി വരും. അപ്പോൾ അവിടെ കോമ്പറ്റീഷൻ കുറവായിരിക്കും. ഓക്കെ. റൈറ്റ്. അതുപോലെ നമുക്ക് വേറൊരു കേസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പം അക്കാഡമിക് പ്രോഗ്രാംസിൻ്റെ കേസ് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന രീതിയിൽ എല്ലാവരും ആലോചിക്കുന്ന ജർമ്മൻ എഞ്ചിനീയറിംഗ് ഫീൽഡാണ്, വേറൊരു ഫീൽഡും ഇല്ല. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, അല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ്, അങ്ങനത്തെ കേസസിൽ ടോപ്പ് വേറെ സെക്ടേഴ്സ് അതിലുണ്ടോ? ലൈക്ക് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലാണെങ്കിൽ തന്നെ ചിലരുടെ വിചാരം 4 ഇയർ കോഴ്സസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ഡിഗ്രീസിന് മാത്രമേ ജർമ്മനി പോയി മാസ്റ്റേഴ്സ് പഠിക്കാൻ പറ്റുള്ളൂ, 3 ഇയർ കോഴ്സസിന് പറ്റില്ല. ഡിഗ്രി എടുത്തവർക്കും ജർമ്മനിയിൽ ഹയർ എഡ്യൂക്കേഷൻ പറ്റില്ല, അവർക്ക് UK, കാനഡയ്ക്ക് പ്രിഫറബിൾ, അവിടുത്തെ PG DM ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അതിനെക്കുറിച്ച് എന്താണ് ആ ഒരു ക്ലാരിഫിക്കേഷൻ? അങ്ങനത്തെ പോസിബിൾ ആണോ? കോഴ്സസ് ഉണ്ടോ? ലൈക്ക് അഗ്രികൾച്ചർ സെക്ടറിൽ അങ്ങനത്തെ കോഴ്സസിലൊക്കെ പോസിബിൾ ആണോ നമുക്ക് വരുന്നത്? ഡെഫിനറ്റ്ലി പോസിബിൾ ആണ്. അത് ശരിക്കും ഒരു മിത്താണ്. അത് പ്രോപ്പർ ഒരു അവയർനെസ് ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഓക്കെ. അതായത് ഫിസിക്സ്, ഇപ്പോൾ BSc ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് അതൊക്കെ കഴിഞ്ഞ ആൾക്കാർക്ക് ജർമ്മനിയിൽ പോകാൻ പറ്റില്ല. ചില കൺട്രീസ് ഉണ്ട് 3 ഇയർ ഡിഗ്രി അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ ജർമ്മനിയുടെ കേസിൽ ദർ ഇസ് നോ സച്ച് പ്രോബ്ലം. അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡഡ് എല്ലാ യൂണിവേഴ്സിറ്റിയിലേക്കും പറ്റില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ ക്രെഡിറ്റ്സിന്റെ ഒരു ചെറിയ പ്രശ്നം വരാൻ, അതെ, അതിന്റെ ഒരു ചെറിയ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഇൻടേക്കിലേക്ക് നമുക്ക് മാത്തമാറ്റിക്സിൽ 2-3 പേർക്ക്, അതും KIT പോലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടല്ലോ, അവിടെ വരെ അഡ്മിഷൻ കിട്ടിയ ആളുണ്ട് മാത്തമാറ്റിക്സ് വെച്ചിട്ട്. ആൻഡ് ഹി ഡസൻറ്റ് ഹാവ് എ വെരി ഗ്രേറ്റ് CGPA ആൻഡ് ആൾ. ഒരു 9 above ഒന്നുമില്ല ആ കുട്ടിക്ക്. എനിക്ക് തോന്നുന്നു 8ന്റെ അടുത്ത് 7.9 സംതിങ്ങേ ഉള്ളൂ. ആൾക്ക് 4 ഓഫർ ലെറ്റർ എങ്ങാനുണ്ട്. കെമിസ്ട്രി അതിൽ ആക്ച്വലി വി ഹാവ് എ എൻമൈൻസ്. അതിൽ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ഒരു ഓപ്ഷൻ മാത്രം ഒരു കുട്ടിക്ക് കൊടുക്കുമ്പം നമ്മളത് റെസ്ട്രിക്റ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ ആളുടെ പ്രൊഫൈൽ അനുസരിച്ചിട്ട് വാട്ട് വി ട്രൈ ടു ഡു ഇസ് ആക്ച്വലി ട്രൈ ടു ഗെറ്റ് ദം 2 or 3 അഡ്മിഷൻസ്. അത് സ്പെസിഫിക്കലി അതാവുന്ന സമയത്തേക്ക് അവർക്ക് ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഈ ലൊക്കേഷൻ്റെ വയസ്സിൽ, യൂണിവേഴ്സിറ്റിൻ്റെ വയസ്സിൽ, കോഴ്സിൻ്റെ വയസ്സിലൊക്കെ വി ആർ പ്രൊവൈഡിങ് ദം ആൻ ഓപ്ഷൻ ആക്ച്വലി, അപ്പാർട്ട് ഫ്രം ദ ട്രാൻസ്പാരൻസി. അതായത് നമ്മളുടെ കൂടെ ഇരുന്നിട്ട് യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്യുന്ന സ്റ്റുഡൻസ് തന്നെയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എപ്പോഴും ട്രൈ ചെയ്യുന്നത് 2-3 ഓഫർ ലെറ്റർ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ അത്യാവശ്യം ആൾക്ക് സെലക്റ്റീവ് ആവാനുള്ളൊരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് 2 സ്ഥലത്തും നമ്മൾ സെലക്ഷൻ കൊടുക്കുന്നുണ്ട്. ഒന്ന് യൂണിവേഴ്സിറ്റീസ് റിസർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ വി ആർ ഗിവിംഗ് ദം ആൻ കംപ്ലീറ്റ് ആക്സസ്. ഇതെങ്ങനെ റിസർച്ച് ചെയ്യണം, എന്താണ് ഒരു ഡീറ്റെയിൽ ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കുന്നു. സെക്കൻഡ് സ്റ്റേജിൽ ഓഫർ ലെറ്റർ 3-4 കിട്ടുന്നു. എന്നിട്ട് അതിൽ നിന്ന് അവർക്ക് തിരഞ്ഞെടുക്കാം. ഓക്കെ. അത് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഏജൻസീസ്, ഞാനിപ്പോൾ ഓപ്പണായിട്ട് പറയാം, പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല, പക്ഷേ ചില കുറച്ച് ഏജൻസീസ് ഒട്ടും ട്രാൻസ്പെറൻ്റ് അല്ല. അവർ പറയുന്നത് ലൈക്ക് നിങ്ങൾക്ക് ജർമ്മനി പോകണോ, പബ്ലിക് യൂണിവേഴ്സിറ്റി ഞങ്ങൾ എടുത്തു തരാം, അത് നിങ്ങൾ വേറെ ചോദ്യങ്ങളൊന്നും ചോദിക്കേണ്ട, പബ്ലിക് യൂണിവേഴ്സിറ്റി. അത് അക്സെപ്റ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. പബ്ലിക് യൂണിവേഴ്സിറ്റി എന്നൊരു ടാഗ് ലൈനിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. വാട്ട് ദേ ഡു ഈസ് ലൈക്ക് അവർ ഏതെങ്കിലും ഒരു കോഴ്സ് കൊടുക്കുകയും ചെയ്യും, പൈസ മേടിക്കുകയും ചെയ്യും. പക്ഷേ എൻമൈൻസ് ഈസ് പ്രിറ്റി ഗുഡ് ആക്ച്വലി. ആ ഒരു സ്പെഷ്യലൈസേഷൻ അല്ലെങ്കിൽ ആ ഒരു സെലക്റ്റീവ് ഓപ്ഷൻ കൊടുക്കുന്ന ഏറ്റവും നല്ലതാണെന്ന് തോന്നുന്നു. ആ ട്രാൻസ്പെറൻസിയാണ് എപ്പോഴും ആൾക്കാർക്ക് വേണ്ടത്. ഇപ്പോൾ അവിടെ ജർമ്മനിയിൽ എത്തിയാൽ പോലും ദേ ഹാവ് ടു നോ ദാറ്റ് ഇവരെ. അല്ല, എനിക്ക് തോന്നുന്നു അങ്ങനെയല്ലേ അത് വേണ്ടത്. ഉറപ്പായിട്ടും ബേസിക്കലി ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്നു. സോ ദാറ്റ് ഇസ് വാട്ട് മേക്സ് അസ് ഡിഫറെൻറ്റ് ഫ്രം ദ അതേഴ്സ് അല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ലോജിക്ക് ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റുഡൻറ്റ് നമ്മളെ വഴി ജർമ്മനിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അവിടെ എത്തിയിട്ട് അയ്യോ ചേട്ടാ അവിടെ ബുദ്ധിമുട്ടാണ്, ഏതൊരു വളരെ റിമോട്ടായിട്ടുള്ള ലൊക്കേഷനാണ്, നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന് പെടുത്തിയല്ലോ എന്നുള്ളത് എന്നെ വിളിച്ച് പറയരുത്. ഫോർ ദാറ്റ് മാറ്റർ നാട്ടിലുള്ള ആരെയും വിളിച്ച് പറയരുത്. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരുപാട് കോൾസ് എനിക്ക് ജർമ്മനിയിൽ നിന്ന് കിട്ടാറുണ്ട്. ചേട്ടാ എങ്ങനെയെങ്കിലും ഞങ്ങൾ ഇവിടുന്ന് ഒന്ന് രക്ഷപ്പെടുത്തി തരുമോ എന്ന് വെച്ചിട്ട്, ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയാതെ. സോ ആ ഒരു പെർസ്പെക്റ്റീവിലേക്ക് നമ്മൾ വി വർക്ക് ഓൺ ദാറ്റ് ലൈൻസ് ഓൺലി ആക്ച്വലി. എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഇവിടെയുള്ള എല്ലാവരെയും ജർമ്മനിയിലേക്ക് കയറ്റി അയക്കണം എന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. ഈ രീതിയിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള, അക്കാദമിക് പെർസ്പെക്റ്റീവിൽ ഇതിനെ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ മൈൻഡ് സെറ്റ് വേണം. ആ മൈൻഡ് സെറ്റ് ലോട്ടറി സിസ്റ്റം പോലെ ജർമ്മനി പബ്ലിക് യൂണിവേഴ്സിറ്റി കാണും. എല്ലാവരും കിട്ടി വേറെ പൈസ കൊടുക്കേണ്ട ഒന്നുമില്ല, കിട്ടി അവർ ഹാപ്പി ആയി പോകും. പക്ഷെ അവിടെ എത്തി കഴിയുമ്പോഴാണ് ആ ഒരു റിയാലിറ്റി മനസ്സിലാവുന്നത്. ആദ്യമേ ആ മൈൻഡ് സെറ്റ് മാറ്റിക്കളയണം അല്ലേ. ലൈക്ക് ആ ഒരു ഇത് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അതായത് ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ലോ GPA വെച്ചിട്ട് അല്ല, അതൊരു
മിത്താണ് ആക്ച്വലി. ലോ GPA വെച്ചിട്ട് കിട്ടും. ഇപ്പോൾ 63% വെച്ചിട്ട് ഞാൻ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക്കിൽ അഡ്മിഷൻ എടുത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ വിത്ത് ഓൺലി 63%. ബട്ട് പ്രൊവൈഡഡ് ദെയർ പ്രൊഫൈൽ ഹാസ് ടു ബി ദാറ്റ് സ്ട്രോങ്. ഓക്കെ. ഇപ്പം എക്സ്പീരിയൻസിൻ്റെ കേസാണ് നമുക്ക്. പിന്നെ അതിൻ്റെ റിക്വയർമെൻറ്റ്സിൻ്റെ കേസിലും പറയേണ്ടത് എല്ലാവരും ചോദിക്കുന്നുണ്ട്, റിക്വയർമെൻറ്റ്സ് എന്തൊക്കെ വേണമെന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം സാറ് പറഞ്ഞു 2 year കോഴ്സ് ജർമ്മനിയിലുണ്ട്, 1.5 year കോഴ്സ് ജർമ്മനിയിലുണ്ട്. ഈ UK, കാനഡ, ഓസ്ട്രേലിയ ഇങ്ങനത്തെ ഒരു കൺട്രീസ് എടുത്തു കഴിഞ്ഞാൽ അവിടെയുണ്ട്. UK-ലാണെങ്കിൽ 1 year കോഴ്സാണ്, 1 year കൊണ്ട് നമുക്ക് മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓസ്ട്രേലിയ ആണെങ്കിൽ 2 years ആണ്, 2 years മാസ്റ്റേഴ്സ്. ബട്ട് നമുക്ക് 1 year 2 years മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. ജർമ്മനിയുടെ കേസിൽ ഞാൻ കേട്ടു നമുക്ക് കുറച്ച് ഫ്ലെക്സിബിൾ ആണെന്ന് കേട്ടു. അത് അഡ്വാൻറ്റേജസും ആണ് ഡിസഡ്വാൻറ്റേജും ആണ് കേട്ടു. അത് എന്താണ് അതിൻ്റെ ആ ഒരു എന്തുകൊണ്ട് അവർ അത്ര ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നു, എത്ര എക്സ്റ്റൻഷൻ കൊടുക്കുന്നു, ആ ഒരു കാറ്റഗറി എന്തായിരിക്കും അത്? ലൈക്ക് സ്റ്റുഡൻസ് ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ 2 വർഷത്തെ മാസ്റ്റേഴ്സ് ചില ആൾക്കാർ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇൻ ബിറ്റ്വീൻ സെമിസ്റ്റർ ബ്രേക്ക് എടുക്കും. ഓക്കെ. അവർ സെമിസ്റ്റർ ബ്രേക്ക് എടുത്തിട്ട് മേ ബി ഇന്റേൺഷിപ്പിന് പോകും. ഓക്കെ. ചില ആൾക്കാർ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് പോസിബിൾ ആണ്. ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി പോസിബിൾ. അതായത് എനിക്ക് തോന്നുന്നു അധികം യൂണിവേഴ്സിറ്റീസ് ഒരു 3 years 4 years നിങ്ങൾക്ക് സമയം തരും. അതിൻ്റെ ഉള്ളിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മതി. അത് നേരത്തെ പറഞ്ഞ പോലെ അഡ്വാൻറ്റേജസും ആണ് ഡിസഡ്വാൻറ്റേജസും ആണ്. പ്രൊവൈഡഡ് യു ഹാവ് ടു യൂസ് ഇറ്റ് പ്രോപ്പർലി. അല്ല എന്നുണ്ടെങ്കിൽ അതെ വെറുതെ അതിങ്ങനെ കരിയർ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്തേക്ക് ദാറ്റ് ഈസ് നോട്ട് ഗോണ ഹാപ്പൻ. എപ്പോഴും നമ്മുടെ എയിം ഒരു ജോബ് അല്ലെങ്കിൽ ആ ഒരു ഈ കഷ്ടപ്പാടൊക്കെ സഹിച്ചിട്ട് നമ്മളെ നാടും വീടും വീട്ടുകാരൊക്കെ വിട്ടിട്ട് നമ്മൾ വേറെ രാജ്യത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ലുക്ക് ഫോർ എ ബെറ്റർമെന്റ് ഇൻ യുവർ ലൈഫ് അല്ലേ? അത് പോസിബിൾ ആയിട്ട് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ ജർമ്മനി പോയിട്ട് തിരിച്ചു വരുന്ന ഒരുപാട് പേര് എനിക്കറിയാം. ജോലി ആവാതെ തിരിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ അർത്ഥം നമുക്ക് കളക്റ്റീവായിട്ട് നമുക്ക് ജർമ്മനി മോശമാണ് അല്ലെങ്കിൽ അവിടെ പോയി ജോലി കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. അത് ഇറ്റ് കംപ്ലീറ്റ്ലി ഡിപ്പെൻഡ്സ് ഓൺ ഇൻഡിവിജ്വൽസ്. അവരുടെ പ്രൊഫൈലും അവരുടെ സ്കില്ലും അനുസരിച്ചിട്ട് തന്നെ. നമ്മൾ ഇവിടുത്തെ നാട്ടു പോലെ കോളേജ് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്ലേസ്മെന്റ് സെൽസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. എല്ലാവരുടെ കേസാണ്. അതൊന്നും പ്രതീക്ഷിച്ചിട്ട് ആരും ജർമ്മനിക്ക് പോകരുത്. ചില യൂണിവേഴ്സിറ്റീസ് ഹെൽപ്പ് ചെയ്യും ഡെഫിനറ്റ്ലി. അവരുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റം അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കും. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് അതുണ്ട്. സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റീസ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ നിങ്ങൾ നെറ്റ്വർക്കിങ്ങിൻ്റെ മേലെയാണ് അത് വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഓരോരുത്തർ അതായത് പോകുന്ന ഓരോരുത്തർ ഇത് അറിഞ്ഞിരിക്കണം. അല്ലാതെ ഇപ്പം അധികം പാരൻസിനാണ് ഈ കൺസേൺ ഉണ്ടാവുക. എൻ്റെ കുട്ടിക്ക് എൻ്റെ മകനോ മകൾക്കോ ഈ കോഴ്സ് പഠിച്ചാൽ ജോലി കിട്ടുമോ എന്നുള്ളത്. ആ ജോലി കിട്ടുമോ എന്നുള്ളത് കുട്ടിയുടെ കയ്യിലിരിക്കും. റൈറ്റ്. നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ബെസ്റ്റ് ഓപ്ഷൻ എന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കാം. കുറേ എൻക്വയറീസ് എനിക്കൊന്ന് എൻമൈൻസ് വന്ന കുറേ എൻക്വയറീസ് അങ്ങനെയാന്ന് തോന്നുന്നു. വിളിക്കുമ്പോൾ തന്നെ ജോലി കിട്ടുന്ന കൈൻഡ് ഓഫ് കോഴ്സ്, ഈ കോഴ്സ് ചെയ്താൽ ജോലി കിട്ടും, അങ്ങനത്തെ സംഭവം ഇപ്പോഴും ഉണ്ടോ? ലൈക്ക് ഡെഫിനറ്റ്ലി അല്ല, അത് എനിക്ക് അത് പാരൻസിൻ്റെ ഒരു കൺസേൺ ആയിരിക്കും. ഡെഫിനറ്റ് ആയിട്ടും പാരൻസിൻ്റെയും സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇതിനെ പറ്റിയിട്ട് അവെയർ ആയി വരുന്ന സമയത്തേക്ക് ഈ ചോദ്യം ആരും ചോദിക്കില്ല. ഇനീഷ്യൽ സ്റ്റേജസിൽ ചോദിക്കുമെങ്കിലും കുറച്ച് കഴിഞ്ഞ ഒന്ന് അവെയർനെസ് കിട്ടുമ്പോഴേക്ക് ഇതിലാരും ചോദിക്കാറില്ല അങ്ങനെ ഒരു ചോദ്യം. അതായത് എനിക്കിത് പഠിച്ചാൽ ജോലി കിട്ടുമോ ചേട്ടാ എന്നുള്ളത് മനസ്സിലായി കഴിയുമ്പോൾ ചോദിക്കാറില്ല. വെൻ റിയാലിറ്റി ഹിറ്റ്സ് ഹാർട്ട് അത് വേണമെങ്കിൽ പറയാം. ജർമ്മനിയിലുള്ള ആരും എൻ്റെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ജോലിനെ പറ്റി ചോദിക്കുമ്പോൾ സാർ അത് ഞങ്ങൾ തന്നെ ഫിഗർ ഔട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ അവരൊക്കെ പറയാറുണ്ട്. അത്യാവശ്യം സർവൈവിംഗ് സ്കിൽസ് ഉണ്ടെങ്കിൽ സർവൈവ്. അതുപോലെ ഈ അക്കാഡമിക് റിക്വയർമെന്റ് ഇപ്പം സാറ് പറഞ്ഞു ബാക്കിയുള്ള രാജ്യങ്ങളെ പോലെയല്ല, ജർമ്മനി അത്യാവശ്യം ടൈറ്റാണ്. ലോ CGP ഉള്ളവർക്കും കിട്ടുന്നുണ്ട്, ഹൈ CGP ഉള്ളവർക്ക് മാത്രം കിട്ടുന്ന കോഴ്സസും ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു GRE, GMAT, ഈ പറയുന്ന ഗേറ്റിൻ്റെ കേസ് ഞാൻ കേട്ടിട്ടുണ്ട്, IELTS-ൻ്റെ സ്കോഴ്സിൻ്റെ വ്യത്യാസം കേട്ടിട്ടുണ്ട്. കാനഡയിലൊക്കെ 6.5 ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പഠിക്കാം. UK-യിലാണ് ഞാൻ കേസ് പഠിക്കുന്നത്. ജർമ്മനിയിൽ കുറച്ച് പർട്ടിക്കുലറായിട്ട് കുറച്ച് റിക്വയർമെൻറ്റ്സ് സ്പെസിഫിക് യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്. അതെന്തൊക്കെയാണ് ആ റിക്വയർമെൻറ്റിൻ്റെ കേസ് വരിക? പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. അതായത് ഈ ഫ്രീ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷൻ ഫ്രീ ആണ്, അതിന് നിങ്ങൾ പൈസ ഒന്നും കൊടുക്കണ്ട. അപ്പം സാധാരണ നമുക്കിപ്പോൾ പാർട്ട് ടൈം കിട്ടും സ്റ്റുഡൻസിന്. പാർട്ട് ടൈമിൻ്റെ ലോജിക്ക് പെർ മന്ത് ഇപ്പോൾ എല്ലാ കൺട്രീസിനെ പോലെ തന്നെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി മ്യൂണിഷൻ ഏറ്റവും ടോപ്പ് യൂണിവേഴ്സിറ്റി ഇൻ ജർമ്മനിയാണ്. റീസെൻ്റ്ലി അവർ ഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഫോർ നോൺ യൂസ്. അതിനേക്കാളും നല്ല വേറെ എവിടെയും പോയി പഠിക്കുന്നത്.